SDP സംഘടിപ്പിച്ച ഇഫ്താറിൽ കോഴിക്കോട്ടെ UDF LDF സ്ഥാനാർത്ഥികൾ പങ്കെടുത്തതിനെതിരെ BJP. തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി UDFും LDFും വോട്ടുകച്ചവടമാണെന്ന് BJP ആരോപിച്ചു. MK രാഘവനും എളമരം കരീമും SDP സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. സ്ഥാനാർത്ഥികൾ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇഫ്താർ വിരുന്ന് ആര് സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയാണ് PYF, പോപ്പുലർ ഫ്രണ്ട്. ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമാണ് SDP. ഒരു നിരോധിത സംഘടനയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് പച്ചയായിട്ടുള്ള വർഗീയതയാണ്. അത് സംഘടിത മത വോട്ട് ബാങ്കിൽ കണ്ണുനട്ടുകൊണ്ടുള്ള പരിശ്രമമാണ്. അത് അങ്ങേയറ്റത്തെ രാജ്യദ്രോഹ പ്രവർത്തനമാണ്. അപ്പോൾ ഇവർ പറയുന്ന ഈ മതേതരത്വത്തിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. സംഘടിത മതവിഭാഗത്തിൻ്റെ വോട്ട് ബാങ്കുകൾക്ക് പിന്നാലെ എന്ത് വൃത്തികേടും കാണിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇതിലൂടെ രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വ്യക്തമാക്കുന്നത്. VS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഈ കാര്യത്തോട് SDP സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുത്തു എന്ന BJP ആരോപണത്തോട് നേതാക്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ ഇഫ്താർ വിരുന്നുണ്ടായിരുന്നത്? സ്മൃതി, ഇന്നലെ വൈകിട്ടാണ് STPയുടെ ഒരു ഇഫ്താർ വിരുന്ന് കോഴിക്കോട് സംഘടിപ്പിച്ചത്. കോഴിക്കോട് മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ ഓഫീസിൽ വെച്ച് അവിടെ ഹാളിലായിരുന്നു പരിപാടി. അതിനു മുമ്പ് ഒരു മാധ്യമപ്രവർത്തകരുടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഈ ഇഫ്താർ വിരുന്നുണ്ടായിരുന്നത്. ഈ ഇഫ്താർ വിരുന്നിൽ കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവനും അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥി എളമരം കരീമും പങ്കെടുത്തിരുന്നു. അതൊരു സാധാരണ ഇഫ്താർ വിരുന്ന് പോലെ കടന്നുപോയതാണ്. പക്ഷേ ഇന്ന് ആ ഇഫ്താർ വിരുന്നിൻ്റെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് BJPയുടെ നേതാക്കന്മാർ ഇത് വോട്ട് കച്ചവടമാണ് എന്നൊരു ആരോപണം ഉന്നയിക്കുകയാണ്. ഇന്ന് രാവിലെ K സുരേന്ദ്രൻ ആദ്യം ഇതിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അദ്ദേഹം എളമരം കരീം ഈ STPI നേതാക്കന്മാർക്കൊപ്പം ഇരുന്ന് ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്ന ചിത്രമാണ് പങ്കുവച്ചത്. അതോടൊപ്പം കോഴിക്കോട്ടെ NDAയുടെ സ്ഥാനാർത്ഥി MT രമേശും ഇതേ ആരോപണം ഉന്നയിച്ചു. അദ്ദേഹം എളമരം കരീമിനൊപ്പം തന്നെ MK രാഘവനും ഇതിൽ പങ്കെടുത്തു എന്നാണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല ഇതൊരു വോട്ട് കച്ചവടമാണ്. നേരത്തെ ജമാഅത്തെ ഇസ്ലാമി പങ്കെടുപ്പിച്ച ഇഫ്താർ വിരുന്നിലും ഈ രണ്ട് നേതാക്കന്മാരും ഉണ്ടായിരുന്നു. ഇവർ ഒരു ഭാഗത്ത് മതേതരത്വം പറയുകയും മറുഭാഗത്ത് ഇത്തരത്തിൽ മതതീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി മതരാഷ്ട്രവാദികളുമായി വേദി പങ്കിടുകയും വോട്ട് കച്ചവടം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് BJPയുടെ ആരോപണം. പക്ഷേ ഈ ആരോപണത്തോട് മറുപടി പറയാൻ UDF LDF ഇതുവരെ തയ്യാറായിട്ടില്ല. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.